കേരള കാർഷിക സർവകലാശാല അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ പച്ചമുളക് ഇനം ഏതാണ്? ഉത്തരം KAU തേജസ്വിനി. തിരുവനന്തപുരം വെള്ളായണി കോളേജ് ഓഫ് അഗ്രികൾച്ചറിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം മേധാവി ശാരദ S ആണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത്. പുതിയ വിള ഇനങ്ങൾ പുറത്തിറക്കുന്നതിനുള്ള 30ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി 2026 ജൂൺ 3-നാണ് ഈ ഇനത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. വിപണിയിലെ രാസകീടനാശിനികൾ തളിച്ച പച്ചമുളകുകൾക്ക് പകരമായി വീട്ടുവളപ്പുകളിലും ടെറസുകളിലും വിഷരഹിത കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ആദ്യമായി മണ്ണിൽ പൂർണ്ണമായും ദ്രവിച്ചു ചേരുന്ന പാക്കറ്റുകളിൽ പാൽ വിപണിയിൽ ഇറക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം മദർ ഡയറി. ദേശീയ ഡയറി വികസന ബോർഡിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മദർ ഡയറി 2026 ലോക പരിസ്ഥിതി ദിനത്തിലാണ് ഈ സുപ്രധാന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ ഡൽഹി NCR മേഖലയിലാണ് ഈ പുതിയ പാക്കറ്റുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. മദർ ഡയറിയുടെ ജനപ്രിയമായ കൗ മിൽക്ക് പാക്കറ്റുകളിലാണ് ഈ മാറ്റം ആദ്യം നടപ്പിലാക്കിയത്. 2026 രഹിതമായതായി നാസ പ്രഖ്യാപിച്ച ചൊവ്വ പ്രവർത്തനം ഏതാണ്? ഉത്തരം മാവൻ, മാർസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റൈൽ ഇവല്യൂഷൻ. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ അയച്ച ആദ്യ സൃഷ്ടിയാണിത്. 6 മാസത്തോളമായി പേടകത്തിൽ നിന്നും ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് 2026 3-നാണ് നാസ ഈ പതിപ്പ് അവസാനിച്ചതായി സ്ഥിരീകരിച്ചതായി വിവരങ്ങളുണ്ട്. പണ്ട് കാലത്ത് വെള്ളവും അനുകൂല കാലാവസ്ഥയും ഉണ്ടായിരുന്ന ചൊവ്വയ്ക്ക് പിന്നീട് എങ്ങനെയാണ് അന്തരീക്ഷം നഷ്ടപ്പെട്ട് ഒരു തണുത്ത മരുഭൂമിയായി മാറിയത് എന്ന് പഠിക്കുകയായിരുന്നു മേവിൻ്റെ പ്രധാന പ്രവർത്തനം. മൃതശരീരം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്താവുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനം സംസ്ഥാനത്ത് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കീറി മുറിക്കാതെ മരണകാരണം കണ്ടെത്താനുള്ള ഈ ഡിജിറ്റൽ സംവിധാനം കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിക്കൽ വിഭാഗത്തിലാണ്. CT സ്കാൻ, MRI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെയും അസ്ഥികളുടെയും 3D ചിത്രങ്ങൾ എടുത്തതാണ് ഇതിൽ പരിശോധന നടത്തുന്നത്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് മണിക്കൂറുകൾ വേണമെങ്കിൽ വെർച്വൽ ഓട്ടോപ്സിയിലൂടെ മിനിറ്റുകൾക്കകം പരിശോധന പൂർത്തിയാക്കാം. ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന റോക്കറ്റ് ഏതാണ്? ഉത്തരം LVM-3. ISROയുടെ പക്കലുള്ള ഏറ്റവും ഭാരമേറിയതും ശക്തവുമായ വിക്ഷേപണ വാഹനം ആയ മാധ്യമങ്ങളും പൊതുജനങ്ങളും ബാഹുബലി എന്നും ഫാറ്റ് ബോയ് എന്നും വിശേഷിപ്പിക്കുന്നത്. കനത്ത ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാനും ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 തുടങ്ങിയ ചരിത്രപ്രധാനമായ പ്രവർത്തനങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാനും ഉപയോഗിച്ചത് ഈ റോക്കറ്റാണ്. ഏകദേശം 4000 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെ GTO ഭ്രമണപഥത്തിലും 8000 കിലോഗ്രാം വരെയുള്ള ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഭ്രമണപഥത്തിലും എത്തിക്കാൻ ശേഷിയുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ.